സലിം, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായാണ് അധ്യക്ഷ സ്ഥാനത്ത് മാറുന്നത്. ഇത് വളരെ വേഗം ആ അധ്യക്ഷ പദവിയിൽ നിന്ന് ഇറങ്ങും രാഹുൽ എന്നാരും കരുതിയവരില്ല. അപ്പോൾ അപ്പോൾ അതിൻ്റെ ചർച്ചകളും ഒരുപക്ഷെ ഇപ്പോഴും തുടക്കദിശയിൽ തന്നെ ആവണം. ഏത് പേരിനാണ് മുൻതൂക്കം? ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴും ഈ സാമുദായിക സമവാക്യം പോലെയുള്ള കാര്യങ്ങൾ കോൺഗ്രസും നോക്കാറുണ്ടല്ലോ. ആർക്കാണ് മുൻതൂക്കം, സലിം? ഹാഷ്മി, പ്രധാനമായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിലേക്ക് മൂന്ന് പേരുകളാണ് പരിഗണിക്കുന്നത്. അതിൽ ഒന്നാമൻ ബിനു ചുള്ളിയിലാണ്, രണ്ടാമത് അബിൻ വർക്കിയെയും മൂന്നാമത് കെ എം അഭിജിത്തിനെയും പരിഗണിക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പേർക്കുമായി മൂന്ന് നോമിനികളെ ആദ്യം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ. രമേശ് ചെന്നിത്തല അബിൻ വർക്കിയെ തന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ഉറച്ച നിലപാടിലാണ്. ഇന്നലെ തന്നെ വിദേശത്തുള്ള രമേശ് ചെന്നിത്തല അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഹൈക്കമാൻഡുമായി നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച കാര്യം അബിൻ വർക്കിയുടെ ഇവിടെ സാമുദായിക സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിലവിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ്. ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ ഭാഗത്തിൽ നിന്ന് തന്നെയുള്ള അബിൻ വർക്കി കൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായാൽ അത് സാമുദായിക സമവാക്യങ്ങളെ താളം തെറ്റിക്കും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായി ജബി മേത്ര കൂടി തുടരുന്ന പശ്ചാത്തലത്തിൽ മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട് മെറിറ്റാണ് ചർച്ച ചെയ്യേണ്ടത്, സാമുദായിക സമവാക്യമല്ല ചർച്ച ചെയ്യേണ്ടത്. സ്വാഭാവിക നീതിയാണ് അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് പിന്നിൽ. നിലവിൽ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്. ആ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടുപിറകിൽ രണ്ടാം സ്ഥാനത്തായി വോട്ട് ലഭിച്ചത് അബിൻ വർക്കിക്കാണ്. അതുകൊണ്ട് അബിൻ വർക്കിയെ മറ്റേതെങ്കിലും കാര്യത്തിൽ അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്ന നിലപാട്. അതിനിടയിലാണ് ഈ സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നൊരു നിർദ്ദേശം KC വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. KC വേണുഗോപാൽ പറയുന്നത് മുൻപ് പല കാലങ്ങളിലും ബിനു ചുള്ളിയിലിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിലും ബിനു ചുള്ളിയിലിനോട് പാർട്ടി നേതൃത്വം മത്സരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നതാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ബിനു ചുള്ളിയിലിനെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ആ സാഹചര്യത്തിൽ ബിനു ചുള്ളിയിലിനെ തന്നെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. സമൂഹ മാധ്യമങ്ങളിലും ബിനു ചുള്ളിയിലിനായി ക്യാമ്പയിനുകൾ ആരംഭിച്ചു. അതിനെതിരെയും ചില കോണിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. നിലവിൽ ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ക്യാമ്പയിൻ്റെ ഭാഗം ഒരാളുടെ ചോര കുടിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ശരിയല്ല എന്ന യൂത്ത് കോൺഗ്രസിൽ നിന്നുള്ളൊരു വിഭാഗം അത്തരത്തിലുള്ള പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ബിനു ചുള്ളിയിൽ നിലവിൽ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമല്ല. സംസ്ഥാന കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരാൾ വന്നാൽ വലിയ വിമർശനം ഉയരും എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഉയർത്തുന്ന നിർദ്ദേശം. അതിനിടയിലാണ് KM അഭിജിത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നത്. KM അഭിജിത്തിനായി MK രാഘവൻ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. A ഗ്രൂപ്പിലെ ഒരു വിഭാഗവും KM അഭിജിത്തിനെ പ്രസിഡന്റ് ആക്കണമെന്ന നിലപാടിലാണ് ഉള്ളത്. അതിന് കാരണം കഴിഞ്ഞ തവണ A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി KM അഭിജിത്തിനെ കൂടി പരിഗണിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ KM അഭിജിത്തിന് ഇനിയും പ്രായം ബാക്കിയുണ്ട്. അടുത്ത തവണ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് KM അഭിജിത്തിനെ ആകും എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഏറ്റവും അവസാന നിമിഷമാണ് KM അഭിജിത്തിനെ തഴഞ്ഞത്. അതിന് പിന്നാലെ MK രാഘവന് കൊടുത്ത ഉറപ്പാണ്. തൊട്ടടുത്ത സമയത്ത് തന്നെ KM അഭിജിത്തിന് ഉചിതമായ സ്ഥാനവുമായി പരിഗണിക്കാം എന്നുള്ളതായിരുന്നു ആ ഉറപ്പ്. അതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിയും വീണ്ടും സംസ്ഥാന അധ്യക്ഷ പദം ഒഴിവ് വരികയും ചെയ്തത്. ആ ഘട്ടത്തിൽ KM അഭിജിത്തിനെ തന്നെ തിരഞ്ഞെടുക്കണമെന്ന MK രാഘവന്റെ ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ തർക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഉണ്ട്. അതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായി, അതിൽ രണ്ടാമത് വോട്ട് വാങ്ങിയ അബിൻ വർക്കി രണ്ടാമതായി. അപ്പോൾ അങ്ങനെ ഒന്നും കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഈ നേതാക്കളുടെ നോമിനികൾ അവർക്ക് പ്രാധാന്യം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമൻ എന്നൊരാലോചന ഉണ്ടാവില്ലേ സ്വാഭാവികമായും? സ്വാഭാവികമായ ആലോചനയുണ്ട്. ആലോചനയാണ് രമേശ് ചെന്നിത്തലയും ഉയർത്തിക്കാട്ടുന്നത്. അപ്പോഴാണ് സാമുദായിക സമവാക്യങ്ങളുടെ ചില നിബന്ധനകൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നേതൃത്വം അതിനെ എതിർക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ ചില ചർച്ചകൾ ഉയരുന്നത് നിലവിൽ കമ്മിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരാൾ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒരു വോട്ട് പോലും ലഭിക്കാത്ത ഒരാൾ വോട്ട് നേടി വിജയിച്ചവരുടെ തലപ്പത്തേക്ക് വരുന്നത് ശരിയാവില്ല എന്നൊരു നിലപാടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ OJ ജനീഷിൻ്റെയും അരിതാ ബാബുവിൻ്റെയും പേരുകൾ കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ഒരു വനിതാ പ്രാതിനിധ്യമെങ്കിൽ അരിതാ ബാബു തലപ്പത്തേക്ക് വരട്ടെ എന്ന യൂത്ത് കോൺഗ്രസിലെ തന്നെ ചില വനിതകൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർദ്ദേശത്തിന് കാര്യമായ അംഗീകാരം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലുള്ള മറ്റൊരാളുടെ പേര് എന്ന നിലയിൽ OJ ജനീഷിൻ്റെ കൂടി പേര് വരുന്നത്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം ശ്രദ്ധേയമാകുന്നത്. സ്വാഭാവിക നീതി അത് അബിൻ വർക്കിക്ക് വേണ്ടിയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ടുപിറകിൽ രണ്ടാമതായതാണ്. മാത്രമല്ല ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും അധികം പെർഫോം ചെയ്ത ഉപാധ്യക്ഷൻ കൂടിയാണ് അബിൻ വർക്കി എന്നൊരു വിലയിരുത്തൽ കൂടി പാർട്ടി നേതൃത്വത്തിന് ഉണ്ട് താനും. കാശ്മീർ
എല്ലാ മെറിറ്റും ഉണ്ട്, പക്ഷേ ക്രൈസ്തവനാണ്, അത് കാരണം ആ സ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് എന്ത് സാമുദായിക സമവാക്യമൊക്കെ ആണെങ്കിലും അത് സ്വാഭാവിക നീതിയാണോ എന്ന് ബന്ധപ്പെട്ട ആളുകൾ അവരാലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.